ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്ന പഴങ്കഞ്ഞിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോ പഴങ്കഞ്ഞിനെ കുറിച്ചാണ്. പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നാണ് ഇതിനകത്ത് നോക്കാൻ പോണത്. നമ്മൾ കുത്തരി കൊണ്ടാണ് ഇതിനകത്ത് ശരിക്കും പഴങ്കഞ്ഞി ഉണ്ടാക്കണത്. തലേ ദിവസത്തെ ചോറ് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം കഴിക്കണത് തന്നെയാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. പഴങ്കഞ്ഞിയിൽ ഒരു ദിവസം രാത്രി മുഴുവൻ ഈ ചോറ് വെള്ളത്തിലിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ലാക്ടോബാസിലസ് എന്നൊരു ബാക്ടീരിയ വർദ്ധിക്കും. അതോടുകൂടി അപ്പോൾ അയേൺ വർദ്ധിക്കും. പൊട്ടാസ്യം, മാംഗനീസ്, വിറ്റാമിൻ B6, B12 ഇതെല്ലാം വർദ്ധിക്കും. ഈ വിറ്റാമിൻ B6ഉം B12ഉം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള വൈറ്റമിൻസാണ്. ഈ B6ഉം B12ഉം ലാക്ടോബാസിലസിൻ്റെ ആക്ഷനെ വർദ്ധിപ്പിക്കുകയും അത് ഒരുപാട് നമ്മുടെ ഈ പഴങ്കഞ്ഞിയിൽ ഉണ്ടാവുകയും ചെയ്തു. അത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള ബാക്ടീരിയകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരാണ്. തൈരും പഴങ്കഞ്ഞിയും കൂട്ടിയിട്ടാണ് എല്ലാവരും ഈ കഴിക്കാറുള്ളത്. സാധാരണ ഈ തൈരും പഴങ്കഞ്ഞി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള അസിഡിറ്റി കുറയ്ക്കും. അങ്ങനെയാണ് ശരിക്കും കഴിക്കേണ്ടത്. പക്ഷെ പലരും കഴിക്കണത് ഈ കടുമാങ്ങ അച്ചാർ, പിന്നെ എരിവുള്ള മീൻകറി അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ അസിഡിറ്റി അത് കൂട്ടുകയേ ചെയ്യുള്ളൂ. അങ്ങനെ കഴിക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇത് പഴങ്കഞ്ഞി കഴിക്കണവരെ കാണാം. അവരിൽ നല്ല വണ്ണമുള്ളവരായിരിക്കും മിക്കവാറും. അതൊക്കെ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴങ്കഞ്ഞി കഴിച്ചിട്ട് നേരെ പോയി ഇരുന്ന് വർക്ക് ചെയ്യണതാണ്. നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ജോലി ആയിരിക്കില്ല. നേരെ മറിച്ച് പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ പഴങ്കഞ്ഞി കഴിച്ചിട്ടായിരിക്കും പാടത്ത് പണിക്ക് പോവുക, വലിയ വലിയ ഹെവി ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ പഴങ്കഞ്ഞിന്ന് ഒരു ബൗള് പഴങ്കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ 200-250 കലോറി ഊർജ്ജം നമുക്ക് കിട്ടും. അത് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ആ ഊർജ്ജം നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് ഈ ഊർജ്ജം അത് നമ്മളെ ഉപയോഗിക്കുക ചെയ്യണത്. മറ്റേത് അങ്ങനെയല്ല. അങ്ങനെ പോയി ഇരിക്കുമ്പോൾ അത് നമ്മളെ വയറ് ചാടാനും ഒരുപാട് വണ്ണം വയ്ക്കാനൊക്കെ ആയിരിക്കും കൂടുതലും സഹായിക്കുക. സഹായിക്കല്ല, അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാവുക. അങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ